നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഗോതമ്പ് വെച്ച് പൂരപ്പൊടിയും അവലോസുണ്ടയും ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് പൊടിക്കാത്ത ഗോതമ്പോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പോ ആയാലും മതി. അപ്പോൾ നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ നാടൻ 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു ചീനച്ചട്ടി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഗോതമ്പ് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. കുറേ ദിവസം ഇത് കേടാവാതിരുന്നോളും. പക്ഷേ ഒരുപാട് ഗോതമ്പ് ഒരുമിച്ചിട്ട് നമുക്ക് വറുക്കാൻ പറ്റില്ല. അങ്ങനെ വറുത്തിട്ടുണ്ടെങ്കിൽ ഇത് കല്ലച്ച് പോകും, ചവയ്ക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഗോതമ്പ് വറുത്തിട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. കുറച്ച് വറുക്കുമ്പം ഗോതമ്പെല്ലാം പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ ഗോതമ്പ് വറുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകുമ്പം വല്ലാണ്ട് കുതിർന്ന് പോകാതെ നോക്കുക. ഞാൻ 2 പ്രാവശ്യം മാത്രം കഴുകിയെടുത്തുള്ളൂ. പെട്ടെന്ന് തന്നെ വെള്ളം തോരാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം ഇത് വറുത്തെടുക്കാം. എന്നിട്ട് ഗോതമ്പൊക്കെ പൊട്ടി തുടങ്ങുമ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൊത്തം പൊട്ടുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. പെട്ടെന്ന് നമ്മളിത് കോരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലച്ചൊക്കെ പോകും. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇത് പൊട്ടാൻ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പം നമുക്കിത് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് മൊത്തം പൊട്ടുന്നത് വരെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. രണ്ടാമത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് മൊത്തം വറുത്തെടുക്കാം. പിന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടും ഈ ഒരു പലഹാരം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ ഇത് ഇരിപ്പുണ്ടാവും. നുറുക്ക് ഗോതമ്പ് റേഷൻ കടയിൽ നിന്നൊക്കെ പലതവണ കിട്ടാറുള്ളത് കൊണ്ട് ഒരുപാട് പേരുടെ കയ്യിൽ ഇരിപ്പുണ്ടാവും. എന്നോടും പലരും പറഞ്ഞിരുന്നു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് റെസിപ്പീസൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നുറുക്ക് ഗോതമ്പായാലും നമുക്ക് ഇതുപോലത്തെ പലഹാരം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നുറുക്ക് ഗോതമ്പാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ഗോതമ്പ് വറുക്കുന്നത് പോലെ ഒട്ടും പ്രയാസമില്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നിങ്ങൾ വറുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വറുത്ത് തുടങ്ങിയിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വറുത്ത് മാറ്റുക. പെട്ടെന്ന് തന്നെ അത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ നുറുക്ക് ഗോതമ്പ് വറുത്തെടുക്കണം കേട്ടോ. അപ്പം വറുത്ത ഗോതമ്പും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത ഗോതമ്പ് വെറുതെ കുറച്ചിട്ടിരിക്കൽ. അപ്പം ചായയിലിട്ടാണെങ്കിലും അല്ലാതെയും ഇത് കഴിക്കാം. അപ്പം ഗോതമ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല വറുത്ത ഗോതമ്പിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇത് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പരന്ന താലയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. ഒരുപാട് ദിവസം ഇത് കേടാവാതെ ഇരുന്നുള്ളൂ. പിന്നെ നമ്മൾ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് അരി വറുത്ത് പൊടിച്ചിട്ട് അരിച്ചെടുക്കൂലേ, അതുപോലെ ഗോതമ്പ് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വറുത്ത ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാം കേട്ടോ. കൂടുതൽ ചേർത്താൽ അതനുസരിച്ച് ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് ശർക്കര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിക്ക് ഇത്രയും കട്ടി വേണമെന്നൊരു നിർബന്ധമില്ല. ഞാനിവിടെ ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് അത് തണുത്തപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താണ് കേട്ടോ. മണ്ണും കരടൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതുപോലെ ഉരുക്കിയെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഞാനിവിടെ 1/4 കപ്പിലും അല്പം കൂടുതൽ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് വേണ്ട മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി കേട്ടോ. അടിച്ചിട്ട് നോക്കുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും അല്പം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അവലൂസുണ്ട പോലെ ബോൾസ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ വെറുതെ പൂരപ്പൊടി കഴിക്കുന്ന പോലെ സ്പൂൺ വെച്ച് കോരി കഴിക്കാം. അപ്പം കശുവണ്ടിയോ കപ്പലണ്ടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്കിത് ഉണ്ടാക്കാം. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഇവിടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.